യേശുവെ നന്ദി, യേശുവെ സ്തുതി. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തുതി. യെശയ്യാ പ്രവാചകന പുസ്തകം, യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നുണ്ട്. 11:4 ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും, ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രകരിക്കും, അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. 11-ാം അധ്യായം യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അറിയാം. 11:2 പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്, അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. അത് കഴിഞ്ഞ് തുടർന്ന് വരുന്ന വചനമാണിത്. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും, ഭൂമിയിലെ എളിയവരെ അവൻ നീതിപൂർവം വർദ്ധിക്കും. എളിമ ആത്മീയ ശുശ്രൂഷയിൽ അല്ല, ആർക്ക് എളിമയുണ്ടോ അവരോട് ദൈവം വലിയ കരുണ കാണിക്കും, അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും, അവൻ്റെ മൊഴി ദുഷ്ടരെ. അവൻ്റെ മൊഴി എന്ന് പറഞ്ഞാൽ എന്താ? മൊഴി, വാക്ക് അല്ലേ? അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. അവൻ്റെ മൊഴി, അവൻ്റെ വാക്ക്, അവൻ്റെ വചനം ദുഷ്ടരെ തകർത്ത് കളയും. ഹല്ലേലൂയ. ആരാണ് ഈ ദുഷ്ടൻ? പിശാചാണ് ദുഷ്ടൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദുഷ്ടനായ പിശാച് യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ ഞെട്ടി വിറയ്ക്കുക. പിന്നെ പിശാചിന് പേടിയുള്ള അത് വേറെ നാമം ഏതൊക്കെയെന്ന് പറയാമോ? പരിശുദ്ധ കന്യകാമറിയം എന്ന് കേട്ടാൽ മതി, പിശാച് തുള്ളി വിറയ്ക്കും. അടുത്തൊരു പേരുണ്ട്, സെയിൻറ്റ് മൈക്കൽ. ഹല്ലേലൂയ. ഒരു സംഭവം നിങ്ങളുടെ പങ്കുവയ്ക്കാം. ഏതാനും വർഷം മുൻപ് ഇതുപോലെ ഈ മേഖല കുറേ അനുഭവം നമുക്കുണ്ട് കേട്ടോ. 2 വർഷം മുമ്പ് പാലയൂർ നമ്മൾ ബൈബിൾ കൺവെൻഷൻ നടത്തുകയാണ്. 1-2 അനുഭവങ്ങൾ പറയാം. ആ ബൈബിൾ കൺവെൻഷൻ അന്നത്തെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ ആളുകളൊക്കെ പിരിഞ്ഞു തുടങ്ങി. അവൻ പള്ളിയുടെ ഇത് കൺവെൻഷൻ പന്തലിലാണ്. അപ്പം പള്ളിയുടെ മുന്നിൽ ഭയങ്കര ബഹളം കേൾക്കാം, ഭയങ്കര ഒച്ചപ്പാട് ബഹളമാണ്. അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു 10-15 പേരൂടി പിടിച്ചിട്ട് നിൽക്കത്തില്ല. ഇവൻ്റെ കൈയും കെട്ടി പുറകോട്ടിങ്ങനെ കെട്ടിയിട്ടിരിക്കുക, കമന്ന് കിടക്കുക. കൈയും കെട്ടിയിട്ടുണ്ട്, കാലും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 വൈദികർ അവിടെ ഉണ്ട്. അവർ പ്രാർത്ഥിച്ചു, ഹന്നാൻ വെള്ളമൊക്കെ തെളിച്ചു. ഒരു രക്ഷയില്ല, ഇവൻ തകർത്ത് വാരുക അവിടെ കിടന്ന്. ആരും പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അപ്പം ഞാനവിടെ ചെന്നിട്ട് ഞാനവിടെ ചോദിച്ചു, കൂടെയുള്ള ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അവിടെ ഒരു എനിക്കൊന്ന് 10-100 പേരെങ്കിലും അവിടെ നിൽപ്പുണ്ട്, വട്ടം കൂടി നിൽക്കുക. അപ്പോൾ അവരോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇവർ കടലിൽ മീൻ പിടിക്കാൻ പോയതാണ്. കടലിൽ മീൻ പിടിച്ച് തിരിച്ചു വരുന്ന വഴി ഇവൻ്റെ ആ ഭാവമൊക്കെയാണ് മാറി. ഭാവമൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ പേര് അന്തോണിന്നാണ്, ഇവൻ വേറൊരു പേരാ പറയുന്നത്. അവൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞു. അവൻ വയലൻ്റായിട്ട് ഭയങ്കര വിഷയമാണ്. അവൻ മറ്റൊരു പേരാ പറയുന്നത്. അപ്പം അവൻ്റെ പേര് പറഞ്ഞു. അപ്പം ഞാനെന്ത് ചെയ്തു, അവനിങ്ങനെ അങ്ങനെ കമന്ന് കിടക്കണം, കൈയും കെട്ടിയിട്ടുണ്ട്, കാലും കെട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഞാൻ നിർത്തിച്ചു, നിൻ്റെ പേരെന്നാന്ന് ചോദിച്ചു. ഉടനെ ഒരു പേരവൻ പറഞ്ഞു, പേര് വിട്ടുപോയി, അത് അവൻ്റെ പേരല്ല. അപ്പം ഞാനോട് ചോദിച്ചു, എൻ്റെ പേരാ അന്തോണിയെന്നു പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, നിൻ്റെ പേര് അന്തോണിയല്ലെന്ന് പറഞ്ഞു. ഞാൻ അന്തോണിയല്ലെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു പേരവൻ പറഞ്ഞു, ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞു. എൻ്റെ കടലിൽ മരിച്ചതോ എന്തോ സംഭവമൊക്കെയാണ് ഞാൻ പറയുന്നത്. അവളെ ഞാൻ പറഞ്ഞു, അവൻ്റെ കൈയുടെ കെട്ടഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞു കൈയുടെ കെട്ടഴിച്ചു, കാലിലും കെട്ടഴിക്കാൻ പറഞ്ഞു. കെട്ടഴിച്ചു. എന്നിട്ട് ഇവൻ്റെ നെറ്റിയിട്ട് കുരിശ് വെച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇവനെ ആവസ്ഥിരിക്കുന്ന ആ തിന്മയുടെ ആത്മാവിനെ അരൂപിയെ ബന്ധിച്ച് അവിടെ ശേറ്റിക്കാൻ അവിടെ പ്രാർത്ഥിച്ചു. അവിടെ അടിച്ചവിടെ കിടന്നു. പിന്നെ അച്ഛന്മാർ ഹന്നാൻ വെള്ളമൊക്കെ തളിച്ചു, ഒരു കൊന്തയൊക്കെ വെഞ്ചരിച്ച് കടത്തിയിട്ട് കൊടുത്തു. ആൾ ഫ്രീ ആയി. എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ പേരെന്താ? ആൻ്റണി. അവനൊരു പ്രശ്നമില്ല, അവൻ വെറും സാധാരണ മനുഷ്യൻ, അവൻ്റെ ഒരു പ്രശ്നമില്ല, പഴയ ആൻ്റണി തന്നെ. അതിനു മുൻപ് മറ്റൊരു പേരും പറയുന്നു. 8-10 പേര്, മത്സ്യത്തൊഴിലാളി 8-10 പേര് പിടിച്ചിട്ട് പിന്നെ നിർത്താൻ പറ്റില്ല. എന്നിട്ട് അവർ കൈയും കാലും കെട്ടിയിട്ട് ഒരു 10 മിനിറ്റ് വരെ പ്രാർത്ഥന, അവന് വിടുതൽ കിട്ടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ മറ്റൊരു സംഭവം, ഞങ്ങൾ ഹൈ റേഞ്ചിൽ ഒരു പള്ളിയിൽ ഒരു ധ്യാനം നിർത്തുന്ന അവസരം ഏതാനും വർഷം മുൻപാണ്. ഒരു കൊച്ചു പയ്യൻ, 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചുമോനെ എൻ്റെ അപ്പനും അമ്മയും അവരെല്ലാം കൂടി കൊണ്ടുവന്നു. ഇവൻ്റെ പ്രശ്നം ഇതാണ്, വീട്ടിൽ കൊന്ത ചെല്ലാനായിട്ട് ആരംഭിച്ച മുട്ടയിൽ നിന്ന് കൊന്ത ചെല്ലാൻ പ്രാർത്ഥന ആരംഭിച്ചാൽ ഉടൻ ഇവൻ എടുത്തടിച്ച് വീഴും. കൊന്തയില്ലെന്ന് പറഞ്ഞാൽ അന്നേരം ഇവൻ വീഴുകയാണ്. അവിടെ കിടന്നതിൻ്റെ ബഹളമാണ്, ഒരു രക്ഷയില്ല. അച്ഛന്മാരെ കൊണ്ടൊക്കെ തല പിടിപ്പിച്ചു. ഇവൻ
പ്രശ്നമാണ്, അന്നേരം അടിച്ചു വീഴുകയാണ്. അങ്ങനെയാണ് ഇവിടെ ധ്യാനം നടക്കുമ്പോൾ കൊണ്ടുവന്നു. പിന്നെ മാതാപിതാക്കൾ വരുമൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ ആരാധന വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ കൊന്ത കൊടുക്കാമെന്ന് പറഞ്ഞു. കൊന്തയും കൊണ്ട് ആരംഭിച്ചു. ഇവൻ അടിത്തടിച്ച് കൊണ്ട് വീണു. പിന്നെ ബഹളമായി. ഇതിനുവേണ്ടി ഞാൻ തലയ്ക്ക് വെച്ചൊക്കെ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അന്നേരം ഇവനിച്ച് ശാന്തമായി നമ്മൾ മിഖായൽ എന്നല്ലേ, സെയിൻറ്റ് മൈക്കിൾ, മിസ്റ്റർ മിഖായൽ, അത് തന്നെ. അപ്പോൾ ഇവനിങ്ങനെ ചുരുണ്ടുകൂടി കിടക്കാം. ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ ഒരു വചനം എഴുതിയിട്ട് ഇവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലോട്ടിട്ടു. പാൻറ്റിലോട്ട് കൊടുത്തു. ചുരുണ്ടുകൂടി കിടന്ന് ഇച്ചിരി ഇവനിങ്ങോട്ട് കറക്റ്റ് പാൻറ്റ് പോക്കുന്ന വചനം എടുത്തിട്ട് ദൂരോട്ട് എറിഞ്ഞു. വിശുദ്ധ മിഖായൽ എന്ന് പറയുമ്പോൾ 2 വിരലുവൻ ചെവിക്കകത്തേക്ക് കയറ്റിട്ട് ചുരുണ്ടുകൂടി കിടക്കുക. പരിശുദ്ധ മറിയം എന്ന് പറഞ്ഞാൽ അവൻ ചുരുണ്ടുകൂടി വളയുക. വിശ്വാസപ്രവണമൊക്കെ ചിലപ്പോഴത്തേക്ക് 8ാം ക്ലാസ് തന്നെ ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കുക. ശരിക്കും അന്ന് ഒരു വലിയ പാഠം പഠിപ്പിക്കായിരുന്നു. സെയിൻറ്റ് മൈക്കിള്, പരിശുദ്ധ മറിയം, ഈശോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ വിഷയം. എന്തുമാവട്ടെ, ശരിക്കും പ്രാർത്ഥിച്ച് ആ കുഞ്ഞിന് വിടുതൽ കിട്ടി. ചില സമയമെടുത്തു. അവൻ സ്വതന്ത്രനായി മിടുക്കനായിട്ടാണ് പോയത്. ഈ മേഖല ഇങ്ങനെ തിന്മയുടെ ഒരു മേഖലയുണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നു. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം നമ്മൾ. ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അവൻ്റെ മൊഴി ദുഷ്ടതയെ നിഗ്രഹിക്കും. അവൻ്റെ വചനം എല്ലാ തിന്മയും വിട്ടുപോകും. അവൻ്റെ വചനം പറഞ്ഞാൽ മതി, തിന്മ വിട്ടു. അവൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിന്മയുടെ ശക്തികൾ വിട്ടുമാറും. ഇനി നമ്മൾ അതിനെ തുടർന്ന് ചിന്തിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം, ബൈബിളിലുള്ളവരെടുത്തോ, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 തിരുവചനങ്ങൾ. പിശാച് ബാധിച്ച ഒരു ബാലനെ സുഖപ്പെടുത്തുന്നു. അവർ ശിഷ്യന്മാരുടെ അടുത്ത് എത്തിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവിടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു. അവനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവന് അഭിവാദനം ചെയ്തു. ഉണ്ടോ? യേശുവിനെ കണ്ടപ്പോഴേ ജനങ്ങളെല്ലാം ഓടിക്കൂടി അഭിവാദനം ചെയ്തു. ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. എൻ്റെ മകനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. മൂകനായ ഒരു ആത്മാവ്, അത് സംസാരിക്കത്തില്ല. സംസാര ശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ചില തിന്മയുടെ പ്രവർത്തനം മൂലം രോഗമുണ്ടാകാറുണ്ട്. ആ തിന്മയുടെ ആത്മാവ് വിട്ടുമാറുമ്പോൾ ആ രോഗം വിട്ടുമാറും. ഇതാ, മൂകനായ ഒരാത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് അവനെ എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലംപതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോവുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കാൻ. അവർക്ക് കഴിഞ്ഞോ? ഇല്ല. മൂകനായ ദുരാത്മാവ് ബാധിച്ച് ആ കുഞ്ഞിൽ നിന്ന് ആ പിശാചിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പൻ വലിയ വിഷമത്തോടെ യേശുവിനോട് പറയുകയാണ്. ഹല്ലേലൂയ. അവൻ അവരോട് പ്രതിവെച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? എത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കും? അടുത്ത വചനം ഒരു പ്രധാനപ്പെട്ട വചനം, 20-ാം വചനം. അവർ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ടയുടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. ഉണ്ടോ? അവനെ അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പിന്നെന്താ സംഭവിച്ചത്? ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ സംഭവിച്ചു. അവിടെ സംഭവിച്ചത് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് അവനെ, ഈ മൂകനായ ആത്മാവ് ബാധിച്ച അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആത്മാവിനെ തള്ളിയിട്ടെന്നല്ല, അതിന് മുമ്പത്തെ വാക്ക് വായിച്ച്. അതിന് മുമ്പത്തെ വാക്ക് ഒരു വാക്കുണ്ട്. അവനെ കണ്ട ഉടനെ, ആരെ? യേശുവിനെ.
യേശുവിനെ കണ്ട ഉടനെ ആത്മാവ് അവനെ തള്ളിയിട്ടു. അവിടെ യേശുവിന് പ്രാർത്ഥിക്കേണ്ട പോലും വന്നില്ല. യേശുവിനെ കണ്ട നിമിഷം അടിച്ചു വീഴുക. ആത്മാവ് അവനെ തള്ളിയിട്ടു എന്ന് പറഞ്ഞു. യേശുവിൻ്റെ സാന്നിധ്യം മതി, പിശാച് വിട്ടു. യേശുവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയാൽ മതി, തിന്മയുടെ സകല സ്വാധീനങ്ങളും മനുഷ്യ മക്കളിൽ നിന്ന് വിട്ടുപോകും. വീടുകളിൽ നിന്ന്, സ്ഥലങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് വിട്ടുപോകും. അവനെ കണ്ട ഉടനെ, യേശുവിനെ കണ്ട നിമിഷം അടിച്ച് താഴെ പോയി. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, റൂഫസ് പെരേര എന്ന് പറയുന്ന ഒരു വൈദികനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹം ബോംബെക്കാരനായിരുന്നു, വലിയൊരു കരിസ്മാറ്റിക് പ്രീച്ചറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗിഫ്റ്റ് ഇതായിരുന്നു, ഡെലിവറൻസിൻ്റെ ഗിഫ്റ്റായിരുന്നു. ലോകരാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാരുടെ അടുക്കൽ പോലും പോയി പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള വലിയൊരു ദൈവദാസനായിരുന്നു റൂഫസ് പെരേര. വലിയൊരു കരിസ്മാറ്റിക് പ്രീച്ചർ. അദ്ദേഹത്തിന് കിട്ടിയ ഗിഫ്റ്റ് ഇതായിരുന്നു. ഗോവാക്കാരനായിരുന്നു, ജനനം ഗോവയിലാണ്, അദ്ദേഹം ബോംബെയിലാണ്. ബോംബെ രൂപതയുടെ കീഴിലായിട്ടാണ് വൈദികനായിട്ട്. അങ്ങനെ അദ്ദേഹം മരിച്ചുപോയി. നല്ല ഒരു വിശുദ്ധനായ വൈദ്യൻ. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് പ്രീച്ചിങ്ങിനകത്ത് ശക്തൻ, പ്രത്യേകിച്ച് ഡെലിവറൻസ്, അനേക ലോകരാജ്യങ്ങളിൽ പോയി ശുശ്രൂഷ നടത്തിയ വലിയ ഒരു പുരോഹിതനാണ് റൂഫസ് പെരേര. അദ്ദേഹത്തിനും ഇതുപോലെയാണ്, അസാധാരണമായ ഗിഫ്റ്റായിരുന്നു, ഡെലിവറൻസിൻ്റെ ഗിഫ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ആളിനെ കൊണ്ടുപോയി തന്നെ അടിച്ചാളത താഴെ പോകും. അദ്ദേഹത്തെ കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വരിക, താഴെ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ബൈബിളിൽ പറയുന്ന ഈ സംഭവങ്ങൾ, ഈ ഗിഫ്റ്റുകൾ ഇന്നും ശക്തമായിട്ട് പ്രവർത്തിക്കുക. ഡെലിവറൻസ്, ഹീലിങ്, എല്ലാം ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ബൈബിളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് ഇന്നും നടക്കും. ആരും സംശയിക്കണ്ട, ഇന്നും നടക്കും, ഇപ്പോഴും നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുകയാണ്, യേശുവിനെ കണ്ട നിമിഷം മൂകനായ ആത്മാവ് ബാധിച്ച മനുഷ്യൻ നിലംപതിച്ചു. അല്ലേ? ആൾ നിലംപതിച്ചു. എന്നിട്ടോ അപ്പോൾ അപ്പം പറയാണ്, ഇത് തുടങ്ങിയിട്ട് യേശു തുടങ്ങി എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ പലപ്പോഴും അതവനെ നശിപ്പിക്കുന്നതിന് വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും എന്ന് പറഞ്ഞ്, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും. നമ്മൾ വിശ്വസിക്കുക, എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ച് കിട്ടും. യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക, ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പുറത്തുപോയി. അവിടെ യേശു കൊടുക്കുന്ന ഒരു കൽപ്പന ഇതാണ്. യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, ഐ കമാൻഡ്. അവിടെ യേശു കൽപ്പിക്കുക, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് വിട്ടു പുറത്തു പോവുക, ഇനി ഒരിക്കലും അവന് പ്രവേശിക്കരുത്. കർത്താവ് വാണിംഗ് കൊടുത്തു, അവനെ വിട്ടു പുറത്തു പോവുക, ഇനി ഒരിക്കലും അവന് പ്രവേശിക്കരുത്. കർത്താവ് പറഞ്ഞു, ഇനി ഒരിക്കലും അവനിൽ അരുവി പ്രവേശിക്കത്തില്ല, ആത്മാവ് പ്രവേശിക്കത്തില്ല. ആണ് പുറത്താക്കിയ കർത്താവ്. ഹല്ലേലൂയ. വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, അബോർഷൻ, ഈ ഒരു തിന്മയിലേക്ക് ആരും പോകരുത്. അങ്ങനെ തിന്മകളിലേക്ക് നിങ്ങൾ പോയാൽ ഈ തിന്മയുടെ അരൂപി നിങ്ങളെ ശക്തമായിട്ട് നിങ്ങളെ കീഴ്പ്പെടുത്തും, നിങ്ങളുടെ കുടുംബത്തെ കീഴ്പ്പെടുത്തും. തകർച്ച ഉറപ്പാണ്. പ്രത്യേകിച്ച് ആര് വിശുദ്ധിക്കെതിരായിട്ട് പാപം ചെയ്യുന്നു, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, തെറ്റായ ബന്ധങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആണും പെണ്ണും ഓർത്തോടുക, അത് നിങ്ങളെ പിശാച് നിങ്ങളെ ബന്ധനത്തിനാക്കി കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് തിന്മയുടെ ബന്ധനത്തിൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടണമെങ്കിൽ വ്യഭിചാരവും സ്വയംഭോഗവും സ്വർഗഭോഗവും ലൈംഗിക പാപങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. മദ്യപാനം, പുകവലി, പിന്നെ സകല പാപങ്ങളും, ഇതൊക്കെ ശരിക്കും തിന്മയുടെ സ്വാധീനമാണ്. ഇതിൽ നിന്ന് വിടുതൽ വേണമെങ്കിൽ നിങ്ങൾ തീരുമാനമെടുക്കണം, നമുക്കിത് വേണ്ട. പ്രത്യേകിച്ച് ലൈംഗികതയിലുള്ള തിന്മ, അത് വളരെ ഗൗരവമേറിയ പാപമാണ്. ലൈംഗിക തിന്മകൾക്ക് അടിമകളാകുമ്പോൾ ശരിക്കും പിശാച് നിങ്ങളെ ബന്ധിക്കുകയാണ്. ആണ് ഹോസിയ 5:6, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ പിടികൂടിയിരിക്കുന്നു. ചില വ്യക്തികൾ വ്യഭിചാരത്തിൻ്റെ രൂപയുണ്ട്. ആ ആത്മാവുള്ളത് കൊണ്ട് അവർക്കൊരു വിടുതലില്ല അതിനകത്തുനിന്ന്. ഈ ആത്മാവ് വിട്ടുപോകുന്നവരെ അവർ സ്വതന്ത്രരാവുക. അവിടെ ചിലർ നാവെടുത്ത ചീത്ത പറയും, നുണ പറയും. ആ നാവിൻ്റെ മേൽ ആ തിന്മയുടെ അരൂപിയുടെ സ്വാധീനമുണ്ട്. ചിലർക്ക് ചിന്തിക്കുന്നു ആത്മഹത്യ ചെയ്യണം,
സൂയിസൈഡ് ടെൻഡൻസി, ആത്മഹത്യ ചിന്തിക്കാനുള്ള പ്രവണത കൊടുക്കുന്ന അരൂപി. അതൊരു ആത്മഹത്യ ചെയ്യണം, ആത്മഹത്യ ചിന്തിക്കുക. ചിലവർ ആത്മഹത്യ ചെയ്തില്ലേ? ഈയിടെ ഒരു സംഭവം എടുക്കാമെന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അവരുടെ കുടുംബം, ഞാനിത് കേട്ടിട്ട് എനിക്കിവിടെ അത്ഭുതമായിപ്പെട്ടോ. ഒരു കുടുംബത്തിൽ നിന്ന് 8 പേര് ആത്മഹത്യ ചെയ്തു. 8 പേര്. ഒരമ്മ വലിയ സങ്കടത. അവിടെ ഭർത്താവ്, 2 മക്കൾ ആത്മഹത്യ ചെയ്തു. മരുമക്കൾ, അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് 8 പേരും മൊത്തം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആദ്യം അപ്പം ഞാൻ ചോദിച്ചു വന്നപ്പോൾ ഈ ഭർത്താവിൻ്റെ അപ്പൻ ആത്മഹത്യ ചെയ്ത, പിന്നീട് ഈ ചേച്ചിയുടെ ഭർത്താവ്, പിന്നെ മക്കൾ 2 പേര്, പിന്നെ കുടുംബത്തിൽപ്പെട്ടവർ, അങ്ങനെ എല്ലാം കൂടെ 8 പേര് ആത്മഹത്യ ചെയ്തു. എന്താ സംഭവം? ശരിക്കും അതൊരു സ്പിരിറ്റാണ്, ഒരു ഈവിൾ സ്പിരിറ്റാണ്. ആത്മഹത്യയുടെ ആത്മാവിൻ്റെ ഒരു സ്വാധീനം ആ കുടുംബത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ കുടുംബത്തിലുള്ള എല്ലാവരും, പലരും ആത്മഹത്യയിലേക്ക് പോകുന്നതിൻ്റെ കാരണം അതാണ്. അതുപോലെ അടിക്കടിയുള്ള സാമ്പത്തിക തകർച്ച, കുടുംബ തകർച്ച, മറ്റൊരു മേഖല ഡിവോഴ്സ് നടക്കുക, കുടുംബങ്ങളിൽ വിവാഹമോചനങ്ങൾ നടക്കുക. സംഭവിക്കാൻ പാടില്ല. അങ്ങനെ വിവാഹമോചനം നടക്കുന്നുവെങ്കിൽ അവിടെ ഒരു തിന്മയുടെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെ, കടബാധ്യത തീരുന്നില്ല. എത്ര അധ്വാനിച്ച് നമ്മുടെ വീട്ടിൽ പണം കൊണ്ടുവച്ചാലും ഈ പണം എങ്ങനെ പോകുന്നതെന്ന് അറിയത്തില്ല. ലക്ഷങ്ങൾ കാണും, അല്ലെ, അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി വെക്കും. ആ പൈസ വീട്ടിൽ വന്ന് താമസമില്ല, രോഗമോ തകർച്ചോ എന്ന് വന്ന് രൂപ മൊത്തം ചിലവായി പോകും. ശരിയാണോ? ആണോ? പൈസ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഒന്നും മിച്ചമില്ലാത്ത അവസ്ഥയിൽ പ്രയാസപ്പെടുന്ന കരപറ്റി വീശി കാണിച്ചേ. കണ്ടോ എത്ര പേരാന്ന് നോക്കിയാൽ കയ്യെത്തി വീശുന്നത്. അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നത്, പക്ഷെ ഒന്നിനും തികയുന്നില്ല. എവിടെയോ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുപോലെ മറ്റൊന്ന്, അപകട മരണം, ദുർമരണം, ആത്മഹത്യകൾ പല കുടുംബങ്ങളും സംഭവിക്കുന്നു. ഇതിന് പിന്നിൽ തിന്മയുടെ ആത്മാവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുക. നമ്മൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള തെറ്റാണ്. നമുക്കെതിരെ ചെയ്തതിലൂടെയും ചിലപ്പോൾ തിന്മയുടേതായ സ്വാധീനം നമ്മളിലേക്ക് വരാം. നമ്മൾ യേശുവിൻ്റെ കൂടെയാണെങ്കിൽ ഒരു തിന്മയും നമ്മളെ തൊടത്തില്ല. അത് എപ്പോഴും നമ്മൾ യേശുവിൻ്റെ കൂടെ ആയിരിക്കുക, വചനമനുസരിക്കുക. എനിക്ക് നിങ്ങൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഒരു കാരണവശാലും വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, ലൈംഗികതയിലുള്ള തെറ്റായ പാപങ്ങൾക്ക് ആരും പോകരുത്. അതിന് പോയി കഴിഞ്ഞാൽ അത് വലിയ തകർച്ചക്കാരനാവും. ശരിക്കും പിശാച് നിങ്ങളെ തകർത്ത് കളയും, നിങ്ങളുടെ കുടുംബത്തെ. ഈ ഒരു പാപത്തിൻ്റെ അശുദ്ധി എവിടെയുണ്ടോ അവിടെ പിശാചിൻ്റെ ആവാസമുണ്ടോ. അങ്ങനെ പിശാചിന് അശുദ്ധിയിലേ ഇരിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇത് ശരിക്കും മനസ്സിലാവും. ഇനി നമ്മൾ വായിക്കുന്നുണ്ട് എഫേസോസ് 6 ആ വചനം ഒന്ന് കാണിക്കാമോ? എഫേസോസ് 6 10 മുതൽ 17 വചനങ്ങൾ. എഫേസോസ് 6 നിങ്ങൾ എല്ലാ ദിവസവും വായിക്കുന്നല്ലോ കേട്ടോ. എഫേസോസ് 6 10 മുതൽ 17 വചനങ്ങൾ. ഹല്ലേലൂയ. യേശു നന്ദി. ഉണ്ടോ? അവസാനമായി കർത്താവ്, എല്ലാവരും വചനം വായിച്ചു. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവാൻ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. ഉണ്ടോ? സാത്താൻ്റെ തന്ത്രങ്ങളെ എതിർക്കാൻ എല്ലാ ആയുധവും ധരിക്കണം. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. ഉണ്ട്, മാംസത്തിനും രക്തത്തിനും മനുഷ്യനെതിരായിട്ടല്ല നമ്മുടെ യുദ്ധം. പ്രബുദ്ധങ്ങൾ, ആധിപത്യങ്ങൾ, ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർ, സ്വർഗീയ ഇടങ്ങൾ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് പടപെട്ടുന്നത്. തിന്മയുടെ ശക്തികൾ, ആധിപത്യങ്ങൾ, അധികാരങ്ങൾ, തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നമ്മൾ പടപെട്ടത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാൻ, എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് സത്യം കൊണ്ട് അരമുറുക്കുക. സത്യസന്ധരായിരിക്കുക. ആത്മാർത്ഥമായിട്ട് സത്യസന്ധരായിരിക്കുക. സത്യം തന്നെയായ ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കുക. നീതിയുടെ കവചം ധരിച്ച് ഉറച്ചുക. നീതിപൂർവ്വം നമ്മൾ പ്രവർത്തിക്കണം. നീതി വിട്ട് നമ്മൾ അനീതി ചെയ്യാൻ പോകരുത്. സമാധാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരുക്കമാകുന്ന പാദരക്ഷ ധരിക്കുക. സുവിശേഷം, വചനം നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയുടെ പ്രത്യേകത എന്താ? പരിച തടയാനുള്ള, ശത്രുവിൻ്റെ ആയുധത്തെ തടയണം. പരിച എടുക്കുക. രക്ഷയുടെ പടത്തൊപ്പി ഇടുക. ആണ് പടത്തൊപ്പി ധരിക്കുന്നത് തലയില. പടത്തൊപ്പി തലയില ധരിക്കുന്നത്. ദാവീദിൻ്റെ ചിന്തയിൽ ഒരു പ്രേരണ കൊടുത്തു. ഹല്ലേലൂയ. ചിന്താമണ്ഡലത്തിന് പ്രേരണ കൊടുത്തു. പടത്തപ്പി നമ്മൾ ധരിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഒരു തിന്മയുടെ ചിന്തയും കടന്നു വരാത്തോണം ഉള്ള ഒരു പടച്ചട്ട
പടത്തൊപ്പി നമ്മൾ അണിഞ്ഞേ മതിയാകത്തുള്ളൂ. കർത്താവിൻ്റെ സംരക്ഷണമാണ്. രക്ഷയുടെ പടത്തൊപ്പി അണിയുക. ദൈവ വചനമാകുന്ന ആത്മാവിൻ്റെ വാൾ കയ്യിലെടുക്കുക. ആത്മാവിൻ്റെ വാൾ, ദൈവവചനം കയ്യിലെടുക്കുക. രക്ഷയുടെ പടത്തൊപ്പി. ഇനി ഒരു പട്ടാളക്കാരനാണെങ്കിൽ പടത്തൊപ്പി വേണം, വേണ്ടേ? പരിചയം വേണം, പിന്നെന്ത് വേണം? ഡ്രസ്സ് വേണം, വേണ്ടേ? വേണ്ടേ? അത് ഞാൻ പറയുന്നു, അത് വിശുദ്ധിയാണ്. വിശുദ്ധിയാണ്. വിശുദ്ധിയാകുന്ന പടച്ചട്ട അത് ഇട്ടാൽ മതി, നമ്മളെ പിശാചിന് തൊടാൻ പറ്റത്തില്ല. വിശുദ്ധി എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ മുതൽ നമ്മുടെ മേൽ തിന്മയുടെ സ്വാധീനം കടന്നു വരും. അതുകൊണ്ട് വിശുദ്ധി നഷ്ടപ്പെടുന്ന ഒരു പാപവഴിയിലേക്കും ആരും പോകാതിരിക്കും. പ്രത്യേകിച്ച് യുവതിയുവാക്കന്മാർ, അനേകം യുവതിയുവാക്കന്മാർ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന പാപവഴിയിലാണ് ജീവിക്കുന്നത്. അത് നിങ്ങളെ തകർത്തുകളയും, അത് നിങ്ങളുടെ നാശത്തിനൊക്കെ കാരണമായിട്ട്. ഏറ്റവും വലിയ പടച്ചട്ട വിശുദ്ധിയാണ്. പിന്നെ ഹൃദയത്തിൽ അഹങ്കാരമെന്നൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒന്നിലും അഹങ്കരിക്കരുത്, എളിമയുള്ളവരാകുക. അങ്ങനെ ഉള്ളവരെ ഒരു അന്ധകാര ശക്തിക്കും കീഴ്പ്പെടുത്താനായിട്ട് പറ്റില്ല. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.